ഞാൻ 2-3 മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും വരാൻ പോകുന്ന മാസങ്ങൾ, അതായത് 2025 ഒരു ലാസ്റ്റ് ക്വാർട്ടർ സമയമാകുമ്പോഴത്തേക്ക് എമിഗ്രേഷൻ നല്ല രീതിയിൽ കുറയ്ക്കുമെന്നുള്ളത്. പ്രത്യേകിച്ച് കാനഡയിലൊക്കെ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ, അവർക്ക് ഒരു PR വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം വളരെ രീതിയിൽ മോശമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരിക്കും ഇനിയും വരാൻ പോകുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ ലാസ്റ്റിലത്തെ ഒരു ഓഗസ്റ്റിലെ ഡ്രോയൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലൊക്കെ വെറും 1000 പേരെയൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്തത്. ആ ഒരു സെയിം ട്രെൻഡ് തന്നെയാണ് ഇപ്പോൾ സെപ്റ്റംബറിലും ഉണ്ടായിരിക്കുന്നത്. കാനഡയിലുള്ള സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളവരുടെ അപ്ലൈ ചെയ്യുന്നൊരു കാറ്റഗറി ആയിട്ടുള്ള കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഇതുവരെ ഏകദേശം 1000 പേരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കാനഡയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ആൻറ്റി ഇമിഗ്രൻ്റ് ഒരു പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രകാരം പ്രധാനമന്ത്രി ഇമിഗ്രേഷനിലെ ഒത്തിരിയധികം ചേഞ്ചസ് കൊണ്ടുവരും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും കാനഡയിലൊക്കെയുള്ള സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ടുള്ളവരുടെ ഭാവി? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ മാസത്തിൽ എക്സ്പ്രസ് എൻട്രിയിൽ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇത്രയും നാൾ കണ്ടക്ട് ചെയ്യാതിരുന്ന ഒരു കാറ്റഗറി ബേസ്ഡ് ഡ്രോ ആണ് അവർ കണ്ടക്ട് ചെയ്തത്. അതായത് ട്രേഡ് കാറ്റഗറി. ഇത്രയും നാൾ ഒരു ട്രേഡ് കാറ്റഗറി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ഡ്രോ പോലും കണ്ടക്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഈ ട്രേഡ് കാറ്റഗറി പോലും ഏകദേശം 500-ന് മുകളിലുള്ള സ്കോറിലാണ് അവർ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. ട്രേഡ് കാറ്റഗറിയിൽ പൊതുവെ ഒരു 400-ൻ്റെ അടുത്തൊക്കെ സ്കോറിലാണ് പൊതുവെ വിളിക്കാറുണ്ടെങ്കിലും ഇപ്പോൾ വലിയൊരു ഹൈ സ്കോർ തന്നെയാണ് അവർ പ്രഖ്യാപിച്ചത്. ഇതുകൂടാതെ തന്നെ എഡ്യൂക്കേഷൻ്റെ ഒരു കാറ്റഗറിയിൽ അവർ ഡ്രോ കണ്ടക്ട് ചെയ്തിരുന്നു. ആ കാറ്റഗറിയിൽ ഏകദേശം 462 ആയിരുന്നു അതിൻ്റെ ഒരു CRS കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കാനഡയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ജോബ് കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമേ ഇൻവിറ്റേഷൻ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലാകട്ടെ വെറും 1000 പേരെ മാത്രമേ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കണ്ടക്ട് ചെയ്ത മറ്റൊരു ഡ്രോ ആയിരുന്നു ഫ്രഞ്ച് കാറ്റഗറി ഡ്രോ. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് കാറ്റഗറിയിൽ ആൾക്കാർ ഇവിടെ കൂടുതൽ ആവശ്യമുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർക്ക് വീണ്ടും ഇൻവിറ്റേഷൻ കൊടുക്കും എന്നവർ പ്രധാനമന്ത്രി ഓൾറെഡി പ്രഖ്യാപിച്ചതുകൊണ്ട് ഫ്രഞ്ച് കാറ്റഗറി നല്ല നമ്പറിലെ ഇൻവിറ്റേഷൻസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ള ഒരു രീതിയിൽ, അതായത് പ്രോവിൻസ് നോമിനേഷൻ പ്രോഗ്രാം പോലും അവർ വളരെ ചെറിയ നമ്പറിലുള്ള ആൾക്കാരെയൊക്കെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യുന്നത്. 2025 ആദ്യത്തെ ക്വാർട്ടറിലൊക്കെ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിലെ ഫ്രീക്വൻ്റ് ആയിട്ട് ഡ്രോ കണ്ടക്ട് ചെയ്യുകയും ഒരു 2000, 3000, 4000 ഇൻവിറ്റേഷൻസൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത സമയത്തൊക്കെ ആകെ 1000 പേരെയൊക്കെ ഒരു മാസം കഷ്ടി അത്രയൊക്കെ മാത്രമേ ഇപ്പം വിളിക്കുന്നുള്ളൂ. ഇനിയും ഈ വർഷം അവസാനിക്കാൻ വെറും 3 മാസം ബാക്കിയുള്ളപ്പോൾ ഇതിലും ടൈറ്റായിട്ടുള്ള ഡ്രോയാണ് അവർ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. എമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.